ജുബിയേ ആ എന്താ ഇത് വേടണ്ടേനാ ഇമ്മാനെ കണ്ടീന് ഇമ്മ എവിടക്ക് പോയി? ഇമ്മ അവിടെ പറമ്പ് പോയിക്കാണ്. സൂർത്താത്തിണ്ടോ ഒപ്പം? തന്നെ എന്നാ വരവൊക്കെ കണക്കന്നേക്കാരം. നമ്മക്ക് ചായ കുടിച്ചാ നോക്കിയേനി. ഇമ്മ എപ്പളാ വരുന്നല്ലിട്ടാ. കണക്കന്നേക്കാരം വരവ്. ഉച്ചാകാൻ നേരത്ത് 12 മണി ടൈമിലേക്കാരം ചിലപ്പോ വരല്. അവിടെ ഒക്കെ ഒതുക്കി മിച്ചും കാട്ടിങ്ങാണ്ട്. നോക്ക ഏതായാലും അടിച്ചേരി തുടച്ചിങ്ങാണ്ടേ വാ. അപ്പോഴേക്ക് നമ്മക്ക് നോക്ക. അമ്മ വരികയാണെ നമ്മക്ക് ഒപ്പം കുടിച്ച, അല്ലെങ്കിൽ നമ്മക്ക് ഉണ്ടാക്കണം കുടിച്ചാ. കാത്തുന്നപ്പൊത്തും നടക്കൂല. ഇത്ര നേരം എല്ലിട്ട കാത്തുക്ക. അല്ല, നിങ്ങൾ ആ സ്ഥലത്ത് വീടൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേനോ? അതെന്തായി? സ്ഥലത്തിന്റെ തണ്ണി അതിനൊക്കെ പറയാ. സ്ഥലം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടവിടെ വാങ്ങിത്തിക്കണ്. അതിലൊരു വീടാക്കണം എന്നുണ്ടെങ്കിൽ ഇമ്മ അതെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? എന്നാലേ അമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനോ കാട്ടാനോ പറ്റുള്ളൂ. ആണെങ്കില് ഇത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുത്തിരിക്കാന്നല്ലാതെ ഒരു നടപടി എടുക്കണത് കാണാനില്ല. അപ്പൊ ചെയ്യാ. ശരിയാണ്. അമ്മാക്ക് ഇതൊക്കെ ഒന്ന് വേഗം ആക്കിക്കൂടല്ലേ? ഞങ്ങളിപ്പോ ആ സ്ഥലം എടുക്കണം കാട്ടണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ പൈസ തികയായിട്ടാണ്. പിന്നെ ഇങ്ങനെ ഇതും പിടിച്ച് കുത്തിരിക്കാണ്. എന്നാ അതൊക്കെ ഒന്ന് എത്രങ്ങാനും അവിടെ ഉണ്ട് വേറെ പറമ്പും ഇതൊക്കെ ഇതുകൊണ്ടെന്ന് അതൊക്കെ ഒന്ന് വേഗം ആക്കിക്കൂടെ? ഒന്നും ചെയ്യണില്ല. എത്താ നമ്മളൊക്കെ കാട്ടുക? വല്ലാത്തൊരിടങ്ങേറ് തന്നെ. അതൊക്കെ ഒന്ന് ശരിക്കും ആക്കണം എന്നുള്ള ഇതില്ല. നമ്മക്ക് കാലാകാലം ഇതിന്റെ ഉള്ളിൽ കിടന്ന് നരകിച്ചാനേക്കാരം വിധി. അല്ലാത്ത പറയാ ആണെങ്കിൽ ഉമ്മാന്റെ മരണശേഷം ഇക്കാരം ഇതൊക്കെ ഓരിയെക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഈ നരകത്ത് കിടന്ന് ഇങ്ങനെ വരകാനേക്കാരം വിധി. ഏതായാലേ വേഗം പണി വെച്ചിങ്ങാണ്ട് വാ. നമുക്ക് ചായ കുടിച്ചാ. അപ്പൊ എല്ലാരും കാത്തുന്നാലേ നമ്മൾ വിശന്ന് ഇങ്ങനെ കുത്തിരിക്കേണ്ടി വരും. കഴിഞ്ഞിട്ട് ചോറിനും ഇതിനൊക്കെയുള്ള പണിയൊക്കെ ഉണ്ടേ. ഏതായാലും വാട്ടോ. ഞാൻ അത് വേഗേ തുടക്കലാണ് കഴിച്ചട്ടെ. നേരെ ഉച്ചായി. പറമ്പക്കാണ് പോയാ പിന്നെ കണക്കാണ് ഉച്ച. വലുതൂടെ മുത്തുവോ? ജുബിയേ മുത്തുവോ? ഇതൊന്നും അടിച്ചിട്ടും ഇല്ലേ? ഈ പെണ്ണുങ്ങൾ ഇതെവിടെ പോയി കുത്തിരിക്കാണ്? ജുബിയേ മുത്തുവോ? ജുബിയേ കൊയങ്ങി. ജുബിയേ ഇമ്മ ഇങ്ങള് വന്നോ? ജുബിയേ ഒരു ഗ്ലാസ് ചായ ഇങ്ങോട്ട് എടുത്താ. കൊയങ്ങിക്കണ്. അവിടെ ഉള്ള പണി ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞപ്പാക്കി. ഞാൻ ചായയും കടിയൊക്കെ എടുക്കട്ടെ? കാലി ചായ മതി. കടിയൊന്നും എടുക്കണ്ടപ്പോ. നിങ്ങൾ ഇത്രയും നേരം അവിടെ പണി എടുത്തും കാട്ടിയൊക്കെ വരില്ലേ? എന്നിട്ട് കടിയൊന്നും തിന്നാക്ക? നിങ്ങളൊക്കെ കുടിച്ചോ? ഞങ്ങളൊക്കെ തിന്നേ. നിങ്ങൾ നേരം വൈകി. ഞങ്ങൾ കുറച്ചു നേരം കാത്തുനിന്നു. അപ്പൊ പിന്നെ നിങ്ങളെ കാണാതായപ്പോ പിന്നെ ഞങ്ങൾ തിന്ന്. നിങ്ങൾക്കുള്ള എടുത്ത് വെച്ചിരുന്നു. അത് നന്നായി. ഇപ്പൊ 12 മണി ആയില്ലേ? ഇത്രയും പണി കഴിഞ്ഞാണ്ടേ നീ നിങ്ങൾ കുടിച്ചേതായാലും നന്നായി. ഏതായാലും ഒരു ഗ്ലാസ് ചായ ഇങ്ങോട്ട് എടുത്താളാ. കടി എടുക്കട്ടെ? ഇപ്പത്തും വേണ്ടായിട്ടേ കുട്ടിയെ. ഒരു ഗ്ലാസ് ചായ തന്നാളാ. നിസ്കരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചായ എടുത്തണ്ടേ. ചായ ആരപ്പോ വിളിച്ചത്? കുഞ്ഞോളാണല്ലോ. ഹലോ കുഞ്ഞോളെ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. എന്തിയെ? വരുന്ന ആഴ്ചയെ, അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മയും വിലൊക്കെ പിന്നെ എന്റെ നാത്തും ഉണ്ടല്ലോ മാളു, ഓലാടക്ക് പോകുകയാണ്. ഞാനും കുട്ടികളും തന്നെ ഉണ്ടാവുള്ളൂ ഇവിടെ. ഓലൊക്കെ മാളൂന്റെ അടുക്ക് കൊണ്ടുപോകിക്കോ? അപ്പൊ നിങ്ങളൊന്ന് ഇവിടെ വന്നുക്കോ കുറച്ച് ദിവസത്തിന്. ഓല് വരുവോളത്തിന് മതി. വരുന്ന ആഴ്ചക്കില്ലേ? ഞാൻ വേറെ പേടിച്ചണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച് ബേജാറാണ്ട. ആയിക്കോട്ടെ. ഞാൻ എന്താ വിചാരിച്ച് നിക്കേന്. നിങ്ങൾ വരികണ്ടി. ഏതായാലും മുത്തുവിനോടും ജൂബിനോടൊക്കെ ഒന്ന് പറയട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞാടി. ഇനി പറഞ്ഞില്ലാന്ന് മാണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ. ഞാൻ വരണ്ട കേട്ടോ. എന്നാ ആയിക്കോട്ടെ അമ്മ. 2 ദിവസം കഴിഞ്ഞിട്ട് വരി. ഞാൻ നിസ്കരിച്ചിട്ടും ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ചെന്നാ ഞാൻ ഓലോടൊക്കെ ഒന്ന് പറയും ചെയ്യട്ടെ. എന്നാ ആയിക്കോട്ടെ അമ്മ. ഞാൻ വെക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കൊറേ ആയിക്കണ് കുട്ടി ഇവിടെ വന്നു നിന്നിട്ടും. ഏതായാലും ഓലോടൊന്ന് പറയാം. അതേമാതിരിക്കന്നെയാണ്. അതല്ല, നിങ്ങൾ ഇനി അടുത്ത ആഴ്ച വീട്ടിൽ പോകണ്ടോ? ഞാൻ അടുത്ത ആഴ്ച പോകണം എന്നൊക്കെ കരുതീനി. എനിക്കേ എന്താ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ കല്യാണം ഉണ്ട്.
ഞാൻ പോയ ഏതായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ നീ. എന്നാലേ ഒരു കാര്യം ചെയ്യാ, ഈ 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഇജ്ജ് ഏതായാലും അടുത്താഴ്ച പോകണം പറഞ്ഞല്ലേ, എന്നുവെച്ചാൽ അങ്ങനെ പോയിക്കോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ഞാൻ കുറേ ആയാലും പോയ 2 ആഴ്ചയെങ്കിലും നിൽക്കാതെ എങ്ങനെ പോരുക. വേണമെങ്കിൽ വിടൂല്ല, അവിടെ നിൽക്ക് കയറി എപ്പോഴെങ്കിലും അല്ലേ ചെല്ലണുള്ളൂ. അതുകൊണ്ടേ നിങ്ങളൊക്കെ പണിയില്ലല്ലേ? എന്തമ്മ ചോറും കൂട്ടാനൊക്കെ ആയോ? അമ്മ ചോറൊക്കെ കഴിക്കണ, ഇനി കറി ആക്കാനുള്ളൂ, ബാക്കി കഴിക്കണം. ഉപ്പേരി എന്തൊക്കെ ആക്കണ്ട്, കറിയും കൂടി ആക്കാനുള്ളേ. ഞങ്ങൾ ആ പണി നടന്നോട്ടെ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. കുഞ്ഞോള് വിളിച്ചീനി, അപ്പൊ വരുന്ന ആഴ്ച ഓളമ്മീ വിലൊക്കെ പോകുകയാണോലോ. അതില് ഓളും കുട്ടികളും ഒറ്റക്ക് ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു. അപ്പൊ എന്നോട് വരുന്ന ആഴ്ച ചെല്ലാൻ പറഞ്ഞു, നിക്കാൻ വേണ്ടിട്ട്. എത്ര ദിവസത്തിനെ അറിയില്ലല്ലോ. അപ്പൊ ഞാനിനി വരുന്ന ആഴ്ച അങ്ങോട്ട് പോവുക. അടുത്ത ആഴ്ച അല്ലേ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ. ഞങ്ങൾ കുഞ്ഞോളാർക്ക് പോകാൻ അങ്ങനെ കാട്ടിക്കോളി. നമ്മളേതായാലും അടുത്ത ആഴ്ച പോണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ കല്യാണം എന്തൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഏതായാലും കൂടി കഴിഞ്ഞിട്ടേ പോകുള്ളൂ. നിങ്ങൾ അടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചിങ്ങാണ്ട് പോകും വരുമൊക്കെ കാട്ടിക്കോണ്ടി. ഞാൻ ഏതായാലും 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകാന്ന് കരുതുന്നുണ്ട്. അങ്ങനെ വിളിച്ചാലും ഇല്ലല്ലോ, എപ്പോഴെങ്കിലും ഇവിടെ വന്ന് നിക്കാന്നല്ലാതെ. കൊറേ ആയിക്കണം അവിടെയൊക്കെ ഒന്ന് നിന്നോട്ടോ. നിസ്കരിച്ചിട്ടുമില്ല. ഞാൻ പോട്ടെന്ന്. നിങ്ങളാ പണിയൊക്കെ വേർത്തൂടി, കറിയും കൂടി ആയ നമുക്ക് ചോറ് കഴിച്ചാ. ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇജൊന്ന് ആലോചിക്കടി, എത്തിനാപ്പ അത് വന്നത് എനിക്കറിയാം. അതിനെ കൊണ്ടുപോണത് വെറുതെ ഒന്നല്ല. ഓളെ മനസ്സിലിരിപ്പ് എത്ര വെച്ച് നല്ലോണം അറിയും. നമ്മ ഉള്ളി കാട്ടണമായിരിക്കൊന്നല്ല ഓളെ സ്വഭാവം. എല്ലാ സ്വത്ത് അടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇജ്ജ് കണ്ടിക്കണ ഇങ്ങോട്ട് വന്നിങ്ങാണ്ട് ഒക്കെ ഒലുത്തി കൊണ്ടുപോകാന്നല്ലാതെ അങ്ങോട്ട് മന വിളിച്ചെത്തുന്നത്? അതന്നെ മകളാട് കയ്യിൽ എന്നെ കാരം പോകുന്നത്. എത്താ അത് ഇവിടെ വാതിലൊക്കെ തുറന്നിട്ടിക്കണല്ല, ആരും കാണാനിതാക്കി ചെയ്ത ഓക്ക് അത്ര കിട്ടൂല എന്നുള്ളത്. എത്തോളെ കെട്ടിച്ചപ്പോ കൊടുത്തില്ല എന്നുള്ളൊരു വർത്താനം വരും. ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഉമ്മാനോടത്ത് പറഞ്ഞാൽ ഉമ്മ കേൾക്കുമല്ലോ. അടുത്ത ആഴ്ച ഇവിടെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാല് ഓക്ക് ഇഷ്ടമുള്ള മാർക്ക് കാട്ടാലോ. ഓക്ക് അറിയും ഉമ്മ മരിച്ചും കാട്ടും ചെയ്യാതെ എന്തായാലും എഴുതിയേക്കൂല എന്നുള്ളത്. ഓള് നല്ല എന്തെങ്കിലും ആക്കി കഴിക്കലാക്കാനുള്ള പ്ലാൻ തന്നെയൊക്കെയാണ്. എന്താ മാളല്ലേ എന്ന് കേൾക്കാക്കോ തന്നെയാണിത്. വല്ലാത്തൊരു സാധനം തന്നെയല്ലേ. അതെ, നമുക്ക് അങ്ങനെ വിട്ടാൻ പറ്റൂല. ഓളെ കളിക്കാണ്ട് വിട്ടുകൊടുക്കാൻ പറ്റൂല. ഇപ്പൊ അത് നമുക്കിത് വിടാൻ പറ്റൂല. അതുകൊണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് ഇങ്ങനെ വിട്ടാൻ പറ്റൂല. ഓക്ക് മാത്രം ഇപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിട്ടേ നമുക്ക് നിന്നോടുക്കണ്ട. നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാണ്. അവസാനം നമ്മളെ പൊട്ടന്മാരാകും. ഇത്രയും കാലം നോക്കും കാട്ടും ഒക്കെ ചെയ്ത് നമ്മളല്ലേ. ഉമ്മാന്റെ വീടാണെങ്കിൽ കൊണ്ടെടുക്കണത് ആരാ? നമ്മളല്ലേ. നമുക്ക് തരാതെ ഓള് മെല്ലെ അവങ്ങാനുള്ള പ്ലാനായിക്കാരത്. മകളാകുമ്പോ എന്തും കാട്ടുമല്ലോ പറയുമ്പോ. അതന്നെ കരയുടെ മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം താത്ത. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു പ്ലാൻ ഇട്ടിക്കണ്, അതേ മുതൽക്ക് ചെയ്യാം. ഇതിന്റെ ഒപ്പം നിന്നാ മതി. ഒരു സാധനം തരാം. അത് മക ഇനി ചോറ് കൊടുക്കുമ്പോഴേ അതിക്ക് കറി കണ്ട് ഒഴിച്ച് നല്ലോണാക്കി കൊടുത്താൽ മതി. ഞാൻ ഒപ്പിച്ചോണ്ട് വെച്ചാൽ അതോടുകൂടി ഉമ്മാന്റെ കാര്യം തീർന്നോളും. പിന്നെ നമുക്കുള്ള എന്താ വെച്ചാൽ വേഗം കിട്ടും. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എന്താണെങ്കിലും വേഗം കാട്ടണം. നേരം വെക്കാൻ പറ്റൂല. അടുത്ത ആഴ്ച 2 ദിവസം കൂടി ഉള്ളൂ. അതിൻ്റെ ഇതൊക്കെ അത്യാവശ്യം ഒപ്പിച്ചിട്ടോ. നമുക്കേ ഇന്നെ അതിന്റെ പണി കാട്ടണം. ഈ ആഴ്ചത്തൊന്നും ഇപ്പൊ അറിയണ്ടാവൂലല്ലോ. വല്ലാത്തൊരു മനസ്സത്യാളെന്നത്. അല്ല അമ്മാനാണല്ലോ ഈ കൊല്ലാൻ നോക്കണത്. വല്ലാത്തൊരു മനസ്സത്യാളെന്നെ. അങ്ങനെ ശരിയാകൂലത്. നമ്മൾ എത്ര കാലം വെച്ചാൽ ഇങ്ങനെ ദുരിതം താഴും കണ്ട് നിൽക്കുക. നമ്മൾ എന്ന് വെച്ചാനാ ഒരു അസുഖകാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കേടില്ല, അതും ഇല്ല. പിന്നെ എന്നല്ലിട്ട് നമ്മളിങ്ങനെ കാത്തിക്കണത്. നിങ്ങൾക്ക് ഇപ്പൊ ആ സ്ഥലത്ത് വീടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം എടുക്കണം. എല്ലാത്തിനും ഇപ്പൊ പൈസ ആവശ്യമാണ്. ഇത് തന്നിട്ട് നമ്മളെന്തായാലും കാട്ടൂല. ഇതന്നെ മാർഗമുള്ളൂ. ഇത് പറഞ്ഞത് ശരിയാണ്. നമുക്ക് 2 ആക്കുപ്പായി നല്ല ആവശ്യമുണ്ട്. ഞാൻ എത്ര കാലങ്ങൾ ഒരു വീടായിങ്ങാണ്ടേലും നിൽക്കാൻ വേണ്ടി നിൽക്കുന്നു. ഈ തറവാട്ടിൽ ഇന്നിട്ട കാര്യം അവസാനം എന്തൊക്കെയാ ആകാന്ന് പഠിച്ചോനെന്നെയാണോ. മറ്റുള്ള കണ്ടില്ലേ, അമ്മമാർക്കത്തെ സാധനമാണ് അവിടെ ഉള്ളത്. ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അതേമാതിരി ചെയ്യണം. നമ്മൾ രണ്ടാളും ഇല്ലാതെ ആരും അറിയും വേണ്ട. നമ്മളെ മാപ്പിളാരോടൊന്നും ഒരിക്കലും പറയരുത് കേട്ടോ. വലിയ പുലിവാലേഖ അത് കരിഞ്ഞു.
ജുബിയേ അല്ലടി ആരാണ് വിളിച്ചണത്? ആരോ വന്നിക്കണെന്ന് തോന്നിട്ടാ. ആ ആരോ വന്നിക്കണല്ലോ. ഒന്ന് പോയോക്കാ. ഞാൻ ഇപ്പൊ പോകുന്നതൊക്കെ കഴിഞ്ഞു. അതാ റംലാത്താൻ തോന്നുന്നുണ്ട് നമ്മളപ്പുറത്തുള്ള ഉള്ളിലാണോ കേട്ട് എന്നുള്ള തിരിയണ്ട. എന്തായാലും കുറച്ച് ഇറങ്ങിക്കാം. കേട്ടിട്ടില്ലേക്ക് പറഞ്ഞു. ആ അത് വരുന്നു. ആ ജുബിയെ എത്ത പണിയില? ആ ഞങ്ങള് പണിയിലേനി. ചൊറിയൊക്കെ കഴിഞ്ഞാ? ചോറൊന്നും വെച്ചിട്ടില്ല, കറി ആക്കണുള്ളൂ. ഉമ്മ ഇല്ലേ? ഉമ്മ ഉണ്ട്. ഉമ്മ സ്കെച്ച് ഇരിക്കുന്നുണ്ട്. വരി സ്കെച്ച് ഇരിക്കുക. ആ ഞാൻ വരി. ഉമ്മാനൊന്ന് കാണാച്ച് പോന്നതാ. ആയിച്ചാത്ത നിങ്ങള് ഇവിടെ ഇനില്ലേ നിസ്കരിച്ചിരിക്കാണ്? ആ റുക്കിയെ ഇജ്ജ് എപ്പളാ വന്നു? ഞാൻ ഇപ്പൊ വരുന്നുള്ളേ. നേരെ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ അടുത്തേക്ക് തന്നെയാ വരുന്നത്. ഇരിക്കണേ? ഇല്ല ഇരിക്കണില്ല. ഞാൻ ഒന്ന് വേഗം കണ്ടും പോകാച്ച് വന്നതാണ്. ചോറ് വെച്ചോ? ഇല്ല ചോറൊന്നും തിന്നിട്ടില്ലേ. ചോറ് ഊറ്റി വെച്ചിങ്ങാണ്ട് പോന്നിക്കാണ്. കുട്ടികളൊക്കെ ഉണ്ടായിന് അവിടെ. ഇജ്ജ് ഏതായാലും വന്നാ നന്നായി. ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് വരണം വിചാരിച്ച് നിക്കേനി. ഞാൻ 2 ദിവസം കഴിഞ്ഞാലേ കുഞ്ഞോളോടക്ക് പോകുകയാണ്. തന്നെ അതൊന്നുമല്ല, ഓളെ അമ്മായിയും വിലക്കെ ഓലെ നാത്തൂൻ്റെ അടുക്ക് പോകുകയാണോലോ. അപ്പൊ ഓളെ മാപ്പിള ഏതായാലും ഗൾഫിലല്ല, ആരും ഇല്ല, ഓളും കുട്ടികളും ഒറ്റക്ക. അപ്പൊ എന്നോടൊന്ന് വന്ന് നിക്ക് വെച്ചിങ്ങാണ്ട് വിളിച്ചീനി. അപ്പൊ ഞന്ന ഓല് വരുന്ന അറിയില്ലല്ലോ, അവരവിടെ പോയി നിക്കാന്നൊക്കെ കരുതീനി. അപ്പൊ നിങ്ങൾ അങ്ങനെ പോകേക്കില്ലേ? അതന്നെ ഒരു കണക്കിന് നല്ലത്, ഇവിടെ നിക്കണീലേറെ. എന്താ അങ്ങനെ അറിഞ്ഞു? അത് എത്തുണ്ടായിട്ട് പറയല്ല. അതെന്താ വെച്ചാലേ ഞാൻ അപ്പം വരുമ്പോണ്ടല്ലോ അവിടുന്നുണ്ട് മുത്തും അതേമാതിരിക്ക് ജുബിയും കൂടി ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്കെത്താ ചോറിലെത്താ വിസൊക്കെ ഇട്ട് കലക്കിങ്ങാണ്ട് തരാന്നൊക്കെ. ഞാൻ കേട്ടിങ്ങാണ്ട് അന്തം വിട്ട്. ഞാൻ അവിടെ കുറച്ചേരം കേട്ടെന്ന്. ഓല അറിഞ്ഞിട്ടില്ല ഞാൻ കേട്ടത്. ഒന്ന് ശ്രദ്ധിച്ചോണ്ടിട്ടോ. അയിട്ടെന്തെങ്കിലും തന്ന അപ്പൊ തന്നെ എടുത്ത് തിന്നണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്താണ്ടേ, എന്റെ കുട്ടികൾ അങ്ങനെയൊന്നും കാട്ടൂല. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ടട്ടോ. നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞതാ പറ്റാത്തതില്ലേ? നിങ്ങൾ എന്നാ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചണ്ട. നിങ്ങൾ ഏതായാലും ഇങ്ങനെ ഒന്ന് കാട്ടി നോക്കി. എന്താ വെച്ചാലേ നിങ്ങൾക്ക് ഒരു ചോറും ഇതൊക്കെ തരുമ്പോളേ നല്ലതില് കിറുകിയില് 2 ഉരുള ഓൽക്കൊന്ന് വാരി കൊടുത്തു കണ്ടി ഒരു തിന്നോന്നറിയാലോ. അങ്ങനത്തെ വർത്താനപ്പ അവിടെ പറയുന്നത്. വിഷം വാങ്ങുന്നതും കലക്കുന്നതും തരുന്നതും അതന്നെ അവിടെ പറയുന്നത്. എന്തൊക്കെയാ സ്വത്തിനും മുതലിനും മാണ്ടിയിട്ടാണ് എന്നൊക്കെ പറയണ ഞാൻ കേട്ട്. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ആക്കി നോക്കിക്കോണ്ട്. ഓല അങ്ങനെ ഒന്നും കാട്ടൂല. ചോല നല്ല ഉറപ്പുണ്ട്. ഞാൻ ഓരോ സ്വന്തം മക്കളെ മരിക്കാണ് കൊണ്ടടക്കുന്നത്. നിങ്ങൾക്കിപ്പോ ഞാൻ പറയണട്ടെ, ഞാൻ കെണി ഉണ്ടാക്കാൻ പറയാണെന്നേ വിചാരിച്ചോളൂ. ഞാൻ പറഞ്ഞ മരിക്കും ചെയ്തു നോക്കി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് വേണം കുട്ടിയൊക്കെ അവിടെ ചോറും ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോവുക. അവിടെ ഊറ്റി വെച്ചിങ്ങാണ്ട് പോന്നിക്ക. ഞാൻ പിന്നെ വരട്ടെന്നാ. ആയിക്കോട്ടെന്നാ. ഇത് പോയി വാ. ഏതായാലും നിങ്ങൾ പോണീന്റെ 1 ദിവസം മുമ്പ് വരുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവുക? ഞാൻ അന്നോ അല്ലെങ്കിൽ നാളെ എത്തണ എന്തെങ്കിലും വരുന്നുണ്ട്. ഫോണിന്റെ അടുക്ക് വരികയുണ്ട്. പറഞ്ഞ മരക്കും ചെയ്തു. ഞാൻ നോക്കാം കേട്ടോ. ഞാൻ പോയിന്ന പോള അമ്മാർക്കൊത്തൊരു വർത്താനം പറഞ്ഞു. അങ്ങനത്തെ ഒരു കെണി ഉണ്ടാക്കണ പെണ്ണല്ലല്ലോ ഇത്. എന്തെങ്കിലും ഉണ്ടാകൂ? എന്റെ കുട്ടികൾ അങ്ങനൊന്നും കാട്ടൂല. ഞാൻ ഓല അങ്ങനെയല്ലോ നോക്കുന്നത്. ഏതായാലും ഓള് പറഞ്ഞ മരക്കൊന്ന് കാട്ടി വെക്കാം. ആരും വിശ്വസിച്ചാനും പറ്റൂല. ജുബിയെ എന്തായി? സാധനം കിട്ടിയോ? എന്നാ സാധനം എന്നാ? അതെ, ഏതായാലും ഉണ്ടല്ലോ വേഗം ആക്കിക്കോ. നല്ല ശ്രദ്ധിച്ചും കാട്ടൊക്കെ ആക്കണം കേട്ടോ. അത് അവിടെയും പടി ഇട്ടേക്കണ്ട. നിങ്ങളൊന്നാ നോക്കിട്ടോ അവിടാണെങ്കിലും ഉണ്ടോന്ന്. ഞാൻ നോക്കട്ടെ. ഉമ്മ എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ലാക്കിങ്ങാണ്ടേ ചോറും കറിയൊക്കെയാണ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ തിന്നുമ്പോ ഒക്കെ തീരുമാനിക്കും. ഒക്കെ പറഞ്ഞ മാതിരി കാട്ടി കേട്ടോ. ആയിക്കോട്ടെ. അവിടെ ഒരു തീരുമാനമാക്കുമല്ലോ. അതോടുകൂടി എല്ലാത്തിനും തീരുമാനം കിട്ടും.
ചോറെടുത്ത് വെച്ചിക്കണ്, വന്ന് തിന്നോളി. ചോറൊക്കെ എടുത്ത് വെച്ചെന്നല്ലോ. ഇവിടെ ഒറ്റൊന്നും ഇനി കാണാനില്ലല്ലോ. ജുബിയേ, ജുബിയേ, എന്താ അമ്മ ഇവിടെ? മുത്തു ഇവിടെ? താത്ത അടുക്കളയുണ്ടല്ലോ, ഓളി വിളിച്ചാ? ഇനിച്ച് ഇവിടെ വന്നിരിക്ക്, ചോറ് കഴിച്ചാ നമുക്ക്. ഞങ്ങൾ കഴിച്ചതാ, നിങ്ങൾ തിന്നോളിന്നാ. അത് സാരല്ലേ, ഇജ്ജ് ഇവിടെ വന്നിരിക്ക്. ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. താത്ത ഇങ്ങോട്ട് വരി, ഇമ്മ വിളിക്കുന്നുണ്ട്. ഇരിക്ക. എന്തമ്മ? ഇജ്ജ് വന്നോ? അവിടെ ഇരിക്ക്. ഇരിക്ക. എന്തേ? നോക്കേ, കുറച്ച് ചോറ് കഴിച്ച. വേണ്ടമ്മ, ഞങ്ങളിപ്പൊ തിന്നിട്ടുള്ളൂ, വിശക്കണില്ല, അതുകൊണ്ടാ. വേണ്ടമ്മ, ചോറൊന്നും വേണ്ട, ഇപ്പൊ ഞങ്ങളിപ്പൊ തിന്നിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് വിശക്കണില്ലേ. നിങ്ങൾ തിന്നോ? സാരില്ല, ഞാൻ ഏതായാലും 2 ദിവസം കഴിഞ്ഞാൽ പോകുകയല്ലേ. ഞാൻ വാരി തരാം നിങ്ങൾക്ക് രണ്ടാക്കും, എൻ്റെ കുട്ടികളല്ലേ നിങ്ങളും. ഞാൻ ഈ കുഞ്ഞോളോടക്ക് പോയാൽ ഇനി എന്നാ വരിക ഒന്നും പറയാൻ പറ്റൂല. അമ്മ വേണ്ടാത്തോണ്ട് അമ്മക്ക് വിശക്കണില്ല, തിന്ന്. എന്താ നിങ്ങൾ തിന്നാത്തത്? ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾക്ക് രണ്ടാക്കും തരുന്നത്. അമ്മ തന്നങ്ങളൊന്നും തിന്നൂലേ? തിന്നാണിതാ. എത്താ പറയണത്? ഒരു വെള്ളം ഇറക്കാനും കൂടി സ്ഥലമില്ല, വെള്ളം ഫുള്ളാണ്. ഇനി എത്തും വേണ്ട, നിങ്ങൾ തിന്നോളി. അതല്ലേ, ഞങ്ങൾക്കൊരു വെള്ളം ഇറക്കാനും കൂടി സ്ഥലം. ഇപ്പം ചോറ് വെച്ചിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാണ്, നിങ്ങളിപ്പോ തിന്ന കാട്ടിയൊക്കെ. എന്നാലും ഉമ്മ സ്നേഹം കൊണ്ടല്ലേ തരുന്നത്. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് രണ്ടാക്കും കുഞ്ഞോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? പിന്നെന്താ ഞാൻ തന്നിട്ട് തിന്നാത്തത് രണ്ടാളും? ഞങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നല്ലേ, മാണ്ടായിട്ടാണ്. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? ഞങ്ങൾക്ക് എന്ത് ഇഷ്ടക്കേടാ നിങ്ങളോട്? ഒരു ഇഷ്ടക്കേടോണ്ടും അല്ല, വിശക്കണില്ല, അതുകൊണ്ടാണേ. നിങ്ങൾ കഴിച്ചോളി, ഞങ്ങൾ തിന്നതല്ലേ. വിഷം ചേർത്ത ചോറ് ആരാലേ തിന്ന? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? വിഷോ? എന്തേ വിശന്ന് കേട്ടിട്ടില്ലേ? കൊലത്തിൽ നിങ്ങൾ രണ്ടാളേ ഇങ്ങോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലേനി. ഇത് ഞാനിന്നിപ്പൊ തിന്നിക്കണമെങ്കിൽ എന്തേക്കാരം അവസ്ഥ? എന്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നോട് ഇക്കൊലത്ത് കാട്ടിക്കുന്നത്? ഇതാതെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ വരുത്തുണ്ടോ? സ്വന്തം വീട് മയക്കല്ലേ ഞങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കുന്നത്? വേറെ അമ്മായിമാരെ മരിക്ക് ഞാൻ ഭരിച്ചാനും കാട്ടാനും വരുന്നുണ്ടോ? അവിടെയും പറമ്പിലും മറ്റും പണിയൊക്കെ ഞാൻ തന്നെ ഒറ്റക്ക് പോയി എടുക്കല്ലേ. നിങ്ങൾ രണ്ടാളെ അങ്ങോട്ട് ഞാൻ വിടുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇന്നോട് കാട്ടണൊരിതേ, ഇത്രയും നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഒപ്പം നിർത്തീനാണ് ഇക്കൊലത്തിൽ എന്നോട് കാട്ടണതില്ലേ. ഇനി എത്തു കേക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോളി രണ്ടാളും എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ല, വീടും ഇതൊക്കെ എന്റെ പേർക്കാണ്. അറിയാതെ ചെയ്തോയതാ. ഞങ്ങൾക്ക് ഈ വീടും കൂടിയൊക്കെ ആയിട്ട് നിക്കണമെന്നുണ്ട്. അതിനും വേണ്ടിട്ട് പൈസയും കാര്യമെല്ലാം സ്ഥലം അവിടെ എടുത്തിട്ട് അതിനൊന്നും ആക്കാൻ കഴിയാത്തപ്പ അങ്ങനത്തെ ഇതിൽ ചെയ്തോയതാ. എനിക്കിപ്പോ അങ്ങനെയൊക്കെയാണല്ലേ. ഞാൻ വീടും ഇതുണ്ടാക്കാൻ തരുന്നില്ല, കാട്ടണില്ല അല്ലേ? ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഉള്ള തന്നെയല്ലേ, വേറെ ആരും എടുത്തോണ്ട് പോകുന്നില്ലല്ലോ. അപ്പൊ പറച്ചില് കേട്ടില്ലേ? ഈ ചെത്തു കേക്കട രണ്ടാളും ഇപ്പൊ ഇറങ്ങിക്കോളി ഇവിടുന്ന്. നിങ്ങളൊന്നും പറയില്ലേ, അറിയാതെ ചെയ്തത്. ഇങ്ങനൊന്നും ഉണ്ടാവില്ലമ്മ, ഒന്ന് പൊരുത്തപ്പെട്ടേ. അങ്ങനൊന്നും പറയില്ലേ. കൊല്ലാൻ പാടില്ലാത്ത ഈ ബിലീസുകള്. ഇറങ്ങിക്കോളി, ചെത്തു കേക്കണ്ട. എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം രണ്ടും. അറിയാതെ ചെയ്തതമ്മ, ഇങ്ങനൊന്നും ഉണ്ടാക്കൂല. ഞങ്ങൾ പുറത്താകലിമ്മ, ഞങ്ങൾ പോക വെറുതെ. എന്തൊക്കെ എടുക്കാനുള്ള വെച്ചാൽ രണ്ടും ഇവിടെ ഇറങ്ങി. ഇനി ഇവിടെ ഞാൻ കാണാൻ പാടില്ല. ഒന്ന് പൊരുത്തപ്പെട്ടേ. അങ്ങനൊന്നും പറയില്ലേ, അങ്ങനൊന്നും പറയില്ലേ. അറിയാതെ തെറ്റിയമ്മ, അങ്ങോട്ട് പൊറുക്കിയമ്മ. എനിക്കറിയാം ആരൊക്കെ എന്റെ വീട്ടിൽ നിർത്തണം കാട്ടണം എന്നുള്ളത്. അല്ലാന്നേ, മനുഷ്യന്മാരോടൊരിതില്ലാത്ത നിങ്ങളൊക്കെ എന്താൾക്കാരാണ്? ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ പഠിപ്പിച്ചേ? രണ്ടും നന്ന്, ഇളച്ചി നന്ന്, മൂത്തച്ചി നന്ന്.
ഈ ചത്ത കേക്കണ്ട രണ്ടും ഇറങ്ങിക്കോളി. ഉമ്മ ഉമ്മ എന്താ താത്ത ഞമ്മ ചെയ്യാ? കറിയിലടി എന്താ ചെയ്യേണ്ടത്? ഒന്നും മാണ്ടില്ലേന്. സ്വത്തൊന്നും കിട്ടിയില്ല, പുറത്താക്കും ചെയ്തില്ല. അതെങ്ങനെയൊക്കെ കണ്ടുപിടിച്ചത്? ഇതില്ലല്ലേനും. ശരിയാ, ഒന്നും മാണ്ടില്ലേ. എവിടുക്ക പോവാ? മാപ്പിളാരെ അറിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഓലൊന്നും അറിയാതെ നമ്മളിതൊക്കെ ചെയ്ത് കൂട്ടിയത്. ഇക്കൊക്കെ അറിഞ്ഞുള്ള അവസ്ഥ എന്തേക്കാരും. എന്താ ചെയ്യും എനിക്കും അറിയില്ലടി. എല്ലാത്തൊരു കുടുക്കിലായി പെട്ട് പെറുക്കി വിട്ട നമ്മളിങ്ങോട്ട് കൊണ്ടുവരുമെന്നും കൂടി പറയാൻ പറ്റില്ല. ഉമ്മാനോടല്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്തത്. ഒന്നും മാണ്ടില്ലേനു റബ്ബേ.